ഇവനെയൊക്കെ ആരുടെ മന്ത്രിയാക്കിയത്? ഒരു വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത ഇവനെയൊക്കെ എന്തിന് വിദ്യാഭ്യാസ മന്ത്രിയാക്കി? ഇങ്ങനെയൊക്കെ പറഞ്ഞു നടന്നവന്മാരുടെ അണ്ണാക്കിലിപ്പോൾ പിരിവെട്ടി. എത്രയോ കളിയാക്കലുകൾ, എത്രയോ ട്രോളുകൾ, എത്രയോ പരിഹാസങ്ങൾ ആ മനുഷ്യന് നേരെ വന്നു. എന്നിട്ടും ആ മനുഷ്യൻ കുലുങ്ങിയില്ല. തന്നെ ഏൽപ്പിച്ച കർത്തവ്യം കൃത്യവും വ്യക്തവുമായി ഒരു കൂസലുമില്ലാതെ നടപ്പിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നു. കളിയാക്കിയവന്മാരെ കൊണ്ടുവരെ കൈയടിപ്പിച്ച മുതൽ സഖാവ് വി ശിവൻകുട്ടി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ മന്ത്രിമാരിൽ ഒന്നാം സ്ഥാനം വഹിക്കാൻ ഏറ്റവും അർഹൻ. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച വിദ്യാഭ്യാസ മന്ത്രിമാരിൽ ഒരാൾ. നിങ്ങൾക്ക് അയാളെ കളിയാക്കാം, ട്രോളാം, പക്ഷേ വിദ്യാഭ്യാസ മേഖലയിൽ അയാൾ കൊണ്ടുവരുന്ന മാറ്റങ്ങളെ നിങ്ങൾക്ക് കളിയാക്കാൻ കഴിയില്ല. വിദ്യാർത്ഥികൾക്ക് മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന തരത്തിൽ ക്ലാസ് മുറികളിൽ വെച്ച് ഫീസ് ചോദിക്കാൻ പാടില്ല. പഠനയാത്രയിൽ പണമില്ല എന്ന കാരണത്താൽ സ്കൂളിലെ ഒരു കുട്ടിയെ പോലും യാത്രയിൽ ഉൾപ്പെടുത്താതിരിക്കാൻ പാടുള്ളതല്ല. എത്രയോ വിദ്യാഭ്യാസ മന്ത്രിമാർ കേരളം ഭരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ശക്തവും വ്യക്തവുമായ നിയമങ്ങൾ കൊണ്ടുവരാൻ വേറെ ആർക്കും കഴിഞ്ഞിട്ടില്ല. BA-യിലും LLB-യിലും ബിരുദം നേടിയ ഒരു മനുഷ്യനെയാണ് വിദ്യാഭ്യാസമില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞ് ചിലർ കളിയാക്കുന്നത്. SFI വിദ്യാർത്ഥി സംഘടനയിലൂടെ തുടങ്ങി പഞ്ചായത്ത് പ്രസിഡന്റായും മേയറായും MLA-ആയി ഇപ്പോഴിതാ വിദ്യാഭ്യാസ മന്ത്രിയായി വരെ നീണ്ടു നിൽക്കുന്നു അദ്ദേഹത്തിന്റെ തേരോട്ടം. ഇപ്പോഴും പറയുന്നു, നിങ്ങൾക്ക് ആ മനുഷ്യനെ ട്രോളാം, പരിഹസിക്കാം, പക്ഷേ ആ മനുഷ്യൻ മുന്നോട്ട് വെക്കുന്ന ഓരോ ഐഡിയകളെയും നിങ്ങൾക്ക് ട്രോളാൻ കഴിയില്ല. സഖാവ് വി ശിവൻകുട്ടി വേറെ ലെവലാണ് മക്കളെ.